മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. നമുക്കിതുമ്പോൾ യൂസ് ചെയ്ത കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ എയർ ഫിൽറ്റർ തന്നെയാണ്. പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്കത് ഈ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ആരംഭിച്ചിട്ടുണ്ട്, തുടക്കമാണ്. അപ്പോൾ അത് കൈയോടെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ സീലൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. എന്നാൽ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇതും ആരംഭമാണ് കേട്ടോ, പുറത്തേക്കാണ് ചാടി വന്നു തുടങ്ങിയിട്ടില്ല, നമ്മളിപ്പോൾ അഴിച്ചത് കൊണ്ട് കണ്ടതാണ്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്തേക്കാം. പിന്നെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്ന ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. ബെൽറ്റിന് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ ആയാലും നോർമൽ സാധാരണ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ, കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ള രീതിയിലൊന്നും ആയിട്ടില്ല. ബെൻഡെക്സ് യൂണിറ്റാണ്, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, ഒരു പ്രോബ്ലമില്ല. ആ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാണ് കേട്ടോ. അത്യാവശ്യം തുരുമ്പുണ്ട്, കണ്ടോ, തുരുമ്പിൻ്റെ ആരംഭമാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് കൈയോടെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ലൂബ്രിക്കേഷൻസ് കൊടുക്കണം. അത് ഓൾറെഡി ഓയിലല്ല, ഗ്രീസാണ് ചെയ്യേണ്ടത്. അത് അതിന് വേണ്ടിയിട്ട് അഴിച്ചേക്കണതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഓയിൽ ലീക്കിൻ്റെ കേസ് കാണുന്നത്. കൂട്ടത്തികൾ അതുകൊണ്ട് ചെയ്തിട്ടേക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തേക്കാം. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാൻ കേട്ടോ. ജസ്റ്റ് ഈ തവണ ഇവിടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റാക്കാം. കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. അതിപ്പോൾ നെക്സ്റ്റ് സർവീസിലും നമ്മൾ ഇതേപോലെ ചെക്ക് ചെയ്യും, നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ടൊക്കെ മാറ്റിയാൽ മതി. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ കേട്ടോ. അതതിൻ്റെ ഉള്ളിൽ വന്ന റബ്ബർ ബീഡിങ്ങിൻ്റെയാണ്, അതൊന്ന് മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ലീക്ക് വന്നാൽ ചിലപ്പോൾ നമ്മൾ അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവറിങ്ങിൻ്റെ ഉള്ളിലുള്ള. അപ്പോൾ തന്നെയല്ല നമുക്ക് ഇതിനകത്ത് ആകെക്കൂടി 800 മില്ലി ഓയിൽ വന്നുള്ളൂ. അപ്പോൾ അതിന് ഓരോ ഡ്രോപ്പ് പോയാലും അത് നഷ്ടം തന്നെയാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ടാക്കാം കേട്ടോ. പിന്നെ ചോക്കൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ ആയാലും ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ വന്നത് നമുക്ക് ലിങ്ക് ടൈപ്പ് ഷോക്ക് ഫ്രണ്ട് വരാം, ക്രിഷൻ അസംബ്ലി വിത്ത് ലിങ്കും കൂടി. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വെട്ടണ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറയേണ്ടത്, നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലൊന്നും കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ മേജറായിട്ടുള്ള അങ്ങനത്തെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്ക് ശ്രദ്ധയിൽ പെട്ടില്ലായിരുന്നു കേട്ടോ. ഓടിച്ച് നോക്കുമ്പോഴായാലും അങ്ങനെ കംപ്ലയിൻറ്റ് കണ്ടൊന്നുമില്ല. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ സെൽഫൊക്കെ അടിച്ചാണ് കയറ്റിയത്. നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.83 വരെ കിട്ടുന്നുണ്ട്. 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. ആംബിയറും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ബാറ്ററിയുടെ ആ ഒരു സ്റ്റാറ്റസിനകത്ത് കാണിക്കും. അവൾ പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൽഫൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും കംപ്ലീറ്റ് കാണിക്കാം. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഈ മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്കൊരു പാർക്കിൻ്റെ ഒരു സൈഡിലുള്ള ബൾബ് തെളിയണില്ല അതിനുള്ളൂ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ഫണ്ട്. അപ്പം ഈ ബാറ്ററി ഡേസ് ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. സെൽഫ് എടുക്കാത്ത കണ്ടീഷൻ വരുമ്പോൾ കണക്ക് കൂട്ടാൻ ബാറ്ററി ആണെന്നുള്ള കേസ്. ഓടണോടത്തോളം ഓടിക്കാം, പരമാവധി പോവാം. എന്നിട്ട് മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ആമറൗണ്ട് വയ്ക്കാം. ആമറൗണ്ട് ആകുമ്പോൾ 2 വർഷം റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്പോട്ടിൽ നിന്ന് നമുക്ക് കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സ്പോട്ടിൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ മാറ്റി കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ പ്ലഗിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ചു നോക്കണുണ്ട്. പ്ലഗും നല്ല പ്ലഗാണ്, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എനിക്ക് തോന്നുന്നു എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് സെറ്റായിട്ട് മാറ്റിയാണ്. അങ്ങനെയാണ് മാറ്റേണ്ടത്, അതങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് വണ്ടി കയറിയേക്കണം. കാരണം ഒരല്പം സമയം വേറെ വണ്ടിയിൽ പോയത് കൊണ്ട് തന്നെ സമയം വൈകിയാണ് കയറിയേക്കണം. അപ്പോൾ അതുകൊണ്ട് വാഷിങ്ങിൻ്റെ കേസ് ഒഴിച്ച് ബാക്കിയത്തെ വർക്കുകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം വാഷിങ് വന്നത് നമുക്ക് പുറമെയാണ് തേർഡ് പാർട്ടി ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വണ്ടി ഇന്ന് തന്നെ ഡെലിവറി വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് വാഷിംഗ് കൂടി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് ഇറക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ചെയ്യുന്ന ഈ വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ.